ഹലോ ഫാമിലി, സാറയാണ്. എൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ട് ഓടി വന്ന കുറച്ച് പേരോട് ഞാൻ രണ്ട് വാക്ക് പറഞ്ഞിട്ട് നമുക്കിത് തുടങ്ങാം. ഞാനിതിൽ കറുത്തവർ, ഇരുനിറക്കാർ എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്തത് എത്ര പേർക്ക് ഈ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട് എന്നും കൂടി എനിക്കറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിൽ കോൺഫിഡൻസ് ഇല്ലായ്മ ഉള്ളവർ മാത്രമല്ല, നല്ല മേക്കപ്പ്, നല്ല പുട്ടിയടിക്കാതെ, വൈറ്റ് വാഷ് അടിക്കാതെ നല്ല വൃത്തിയായിട്ട് ഒരുങ്ങാൻ ഇഷ്ടമുള്ളവരും വന്നിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ കോൺഫിഡൻസ് കുറവുള്ളവരോട് ഞാൻ ഒരു കാര്യം പറയാം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ യങ് ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ +2 ആ ഒരു നമ്മളെ യുവാക്കളാകുന്ന സ്റ്റേജിലോ അല്ലെങ്കിൽ കല്യാണം കഴിയുന്ന സമയത്തോ എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും ആയിരുന്നു ഈ ഒരു കറുത്തട്ടാണ്, നിനക്ക് അത്ര കളറൊന്നുമില്ലല്ലേ, നിനക്ക് എന്ത് ചെയ്താലും ഒരു ഭംഗിയില്ല, നീ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഏതാണ്ട് മുറുക്കി തുപ്പിയാലിരിക്കണം, എന്തുവാടി ഇവിടെ പാണ്ട് എന്നൊക്കെ ഒരു തവണയെങ്കിലും കേട്ടവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോൺഫിഡൻസോടെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരോടൊക്കെ പോടാ, പോടി, പുല്ലേ എന്നായിരിക്കണം നമ്മൾ മനസ്സിൽ പറയേണ്ടത്. എൻ്റെ സ്വഭാവത്തിന് ഞാനത് പുറത്തും പറയും, അത് വേറെ കാര്യം. അപ്പോൾ കോൺഫിഡൻസ് ആണ് നമ്മളിത്. നമ്മളെ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ ഐശ്വര്യ റായുടെയോ അല്ലെങ്കിൽ നമ്മൾ ലോകസുന്ദരിയായിട്ട് കാണുന്നവരുടെ അമ്മായിയുടെ മോൾ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ വേണോടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ. ആരെന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ മേക്കപ്പിൽ അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൽ ഞാൻ അത്രയും ഹാപ്പിയാണ് എന്നൊരു ഇത് വേണം. എൻ്റെ സ്കിന്നിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ സ്കിന്നിന് എനിക്കിഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടാതെ നമ്മൾ വേറൊരാളെ കൊണ്ട് ഇഷ്ടപ്പെടുത്താൻ നോക്കരുത്. നമ്മൾ ആദ്യം ഇഷ്ടപ്പെടാതെ പിന്നെ വേറൊരാൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടാനാ? അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാം. ഞാനിത് കാണിക്കാൻ കാരണം, ഞാൻ ഇവിടെ വന്നിരിക്കാൻ കാരണം എൻ്റെ നിഴല് കാണുന്നുണ്ടല്ലോ അവിടെ, ഞാൻ നല്ല ലൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. നല്ല ലൈറ്റിലാണ്, ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല, നല്ല ലൈറ്റിലാണ്. ഇവിടെ എൻ്റെ റൂമാണ്. അപ്പോൾ ഇവിടെ ഒരു മേളിലൊരു ലൈറ്റ് ഉണ്ട്, ട്യൂബ് ഉണ്ട്, പിന്നെ നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് സ്കിൻ ഇച്ചിരി കളർ നിങ്ങൾക്ക് തോന്നുന്നത്. ഞാനൊരു ഇരുനിറമാണ്, ഇരുനിറത്തിൽ താഴേക്ക് വരുന്ന ടോണല്ല, അല്ലാതെ ഇരുനിറത്തിന് മേളിലേക്ക് പോകുന്ന വെളുമ്പന്മാരുടെ കൂട്ടത്തിലുള്ളത്. കൈയുടെയൊക്കെ ഏകദേശം കളറായിരിക്കുള്ളൂ എൻ്റെ കളർ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ കോൺഫിഡൻസ് കുറവ് എനിക്കുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നല്ല വെളുത്തിട്ടാണ്. അപ്പം ഞാൻ ഒരിക്കലും കേൾക്കുന്നത്, എൻ്റെ മോന് ഇച്ചിരി കൂടി കളറുള്ള പെണ്ണ് വേണം എന്നായിരുന്നു ആഗ്രഹം. കാരണം ഞങ്ങളെ ലവ് മാരേജ് ആയിരുന്നു, ഇറങ്ങി വന്നതാണ്. അപ്പോൾ അതെൻ്റെ ഉള്ളിൽ ഭയങ്കര മുറിവായിരുന്നു. 18 വയസ്സിലായിരുന്നു ഈ കേൾക്കുന്നത്. അപ്പം മുതൽ എൻ്റെ കോൺഫിഡൻസ് അങ്ങോട്ട് താഴേക്ക് പോയി. പിന്നെ ഞാൻ തന്നെ എടുത്തെടുത്ത് കൊണ്ടുപോകുന്നതാണ്. നിങ്ങളെ കോന്ത്രമ്പല്ലെന്ന് കളിയാക്കാറുണ്ട്, നിങ്ങൾ പല രീതിയിലൊക്കെ ഞാൻ കളിയാക്കാറുണ്ട്. എനിക്കൊന്നും വെക്കാറില്ല, കാരണം ഞാൻ അതിൽ ഹാപ്പിയാണ്. ഞാൻ ഈ പല്ലെല്ലാം കാണിച്ചിട്ടല്ലേ വർത്താനം പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ സ്കിൻ കാണിച്ചു തരാം. ഇത്രയും ഭാഗം എൻ്റെ ഓയിലി സ്കിന്നാണ്. എനിക്കിപ്പോൾ പീരീഡ്സിൻ്റെ സമയമായി, പീരീഡ്സ് ആണ്. അപ്പോൾ ഇത്രയും ഭാഗത്ത് കുരുണ്ട്, പാടുണ്ട്, എല്ലാം ഉണ്ട് കേട്ടല്ലോ. പിന്നെ ഇവിടെ നോർമൽ സ്കിന്നാണ്. കണ്ണിൻ്റെ അടിയിൽ ചെറിയ രീതിയിൽ ഒരു കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ സ്കിൻ. ഓക്കെ, ഞാനത് പറയാൻ കാരണം, ഇങ്ങനെയുള്ള സ്കിന്നുകാർക്ക് ധൈര്യത്തോടെ ഞാൻ പറയുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റ് വരത്തില്ല. പിന്നെ ചിലവർക്ക് ഈ സ്കിൻ ഞാൻ കാണിക്കാൻ കാര്യം ഇത് നോർമൽ സ്കിന്നാണ്, അവർക്കും ഉപയോഗിക്കാം. പിന്നെ വെളുമ്പന്മാർക്ക് വേണോ? വെളുമ്പന്മാർക്ക് പിന്നെ എല്ലാം ആവാലാടാ. ചില സമയത്ത് ഉള്ളിനുള്ളിൽ ആ വേദന വരൂടാ. ഈ വെളുമ്പന്മാർക്കുള്ള വെളുപ്പ് മുഴുവൻ കൊടുത്തുകൊണ്ടില്ലേ നമ്മൾക്ക് കുറഞ്ഞു പോയത്. എത്രയൊക്കെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില സമയത്ത് നമ്മൾ ഈ കേട്ട് വളർന്നതും ഈ ചുറ്റുപാട് മുഴുവൻ വെളുത്തവർക്കാണ് ഗ്ലാമർ കൂടുതൽ. ചിലവരെ കണ്ടിട്ടാ വെളുത്ത് വെള്ളാമ്പിച്ചിരിക്കും, ഒരു കോലം ഉണ്ടാവില്ല. അതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയോ? അതുപോട്ടെ, പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കുറേ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു 2-3 എണ്ണം. ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ കുറേ കാര്യങ്ങൾ, സ്കിൻ കെയർ, പ്യുവർ മേക്കപ്പ് 2 പാർട്ടായിട്ടൊക്കെ ഞാൻ ചെയ്തതൊക്കെ ഉണ്ട്. അത് നിങ്ങളവിടെ പോയി കാണണം. ഇപ്പം ഞാൻ അതിലൊന്നും കാണിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സ്കിൻ കണ്ടല്ല, ഇത്രയും ഭാഗം ഓയിലിയാണ്, ഇത്രയും ഭാഗം നോർമലാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ചേച്ചി ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ഓയിലി ഒഴുകിയിരിക്കുവാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ദി ബെസ്റ്റ് എന്ന് ഞാൻ പറയാൻ പറ്റും, ബെസ്റ്റ് ഫേസ് വാഷാണ്. ഡോക്ടേഴ്സ് തരുന്നതാണ്. ഇതപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചേച്ചി ഫേസ് വാഷ് നല്ലതായിട്ട് ഇങ്ങനെ ഒരച്ച് സൂചിച്ച് നിൽക്കരുത്. ലാസ്റ്റ് ചേച്ചി എനിക്ക് പൊള്ളണ പോലെ തോന്നുന്നു, അങ്ങനെയൊന്നുമല്ല. ഇതൊരു ഫോം ടൈപ്പ്. അതെ ഞാൻ കാണിച്ചത് കണ്ടോ, ഒരു പത പോലെ കണ്ടോ, ഈ ഒരു പത പോലെ വന്നത്. ഒരു 2-3 പഫ് മതി. വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേഗം, അല്ലാതെ ഒരച്ച് ഇങ്ങനെ സൂചിച്ച് നിൽക്കരുതെന്ന് അർത്ഥം. എൻ്റെ പേര് ആഹാ ഗ്ലോ സാൽസിക് ആസിഡ് വിത്ത്
ഗൈക്കോളിക് ആസിഡ് ആണ് കേട്ടോ. ഫോമിങ് ഫേസ് വാഷ് ആണ്. എപ്പോഴും ഈ ഓയിലി ഇതുള്ളവർ ഇവിടെയൊക്കെ ധാരാളം കുരു തന്നെ ഒരു ഫോമിങ് ഫേസ് വാഷ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ പേര് ഞാൻ ഇടാം, കാരണം ഇതിന്റെ ലിങ്കിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ, നമ്മുടെ എറണാകുളത്തേക്ക് ഈ മെഡിക്കൽ ട്രസ്റ്റിന്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ സുലഭമായി കിട്ടും. ഈ അപ്പോളോ മെഡിക്കൽ ഷോപ്പ് അതിലൊക്കെ കിട്ടും. ഞാൻ ഇതിന്റെ പേരിട്ടേക്കാം, ലാസ്റ്റ് ഈ വീഡിയോന്റെ ലാസ്റ്റിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടേക്കാം കേട്ടോ. ഇതിപ്പോ തിരിഞ്ഞു കാണിക്കണോണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളൂ. ഇതിന്റെ ആവശ്യമുള്ളവർക്ക് ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ചുതരാം, മീൻസ് കമന്റ് ഇട്ടരാം. അല്ലാതെ ഞാൻ ചുമ്മാ ഒരു വീഡിയോ ചെയ്ത് അങ്ങ് പോവാണ്, ചോദിക്കുമ്പോൾ ഒരു ഉത്തരവില്ല, ഇങ്ങനെ എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഫേസ് വാഷ് കേട്ടോ. പിന്നെ രണ്ടാമത് വേണ്ടത്, നമുക്കിങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇരിക്കണ സമയത്ത് ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഞാനിത് പല വീഡിയോസിലും, പല മേക്കപ്പ് വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു 50+ SPF ഉള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു മേക്കപ്പ് ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് ഇത് മാത്രം ഇട്ടാണെങ്കിലും പോകാൻ പറ്റും. പിന്നുള്ളത് ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം, ഒരു മേക്കപ്പിന്റെ ആയിരുന്നു. പിന്നുള്ളത് UV ഡോക്സ് എന്ന് പറഞ്ഞിട്ട് സിലിക്കോൺ സൺസ്ക്രീൻ ജെല്ലുണ്ട്. സൺസ്ക്രീൻ ജെൽ 50 PA++ ഉണ്ട്. ഇതും ഒരു ഡോക്ടർ തരുന്നതാണ്. അതായത് നമുക്ക് സ്കിന്നിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഇവിടെ ഓയിലി ഉണ്ട്, ഭയങ്കരമായിട്ട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നിയാൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട. ഇത് ടൈമത്തിന് ചേച്ചി എന്താണ്ട് പോലെ ഇരിക്കുന്നത്. ഇത് ഈ ഒരു ടേപ്പായിരിക്കും സാധനം വന്നത്. ഞാൻ കാണിച്ചു തരാം. ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഇത്തിരി ഭാഗത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അപ്പുറത്തെ ഭാഗത്തിനെയും നമുക്ക് വേറെ ഇടാം. ഞാൻ ഇത്തിരി കാണിച്ചു തരാം. അതെ, നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ വെള്ളാമ്പിച്ച് അയ്യോ ചേച്ചി ഇതൊരു കോലത്തിൽ നിൽക്കുവാണല്ലോ എന്ന് നിങ്ങൾ പറയും. ഇതിവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചിടാം. നല്ല സ്മൂത്തായിട്ട്, നല്ല ഭയങ്കര സ്മൂത്തായിട്ട് പോയി കണ്ടോ. ഇടണ സമയത്ത് ഒരു വെള്ളാമ്പാറ്റ പോലെ ഇരിക്കും. ഇപ്പോ ഇവിടുത്തെ സ്കിന്നിന്റെ ഇത് കണ്ടോ. ഇത് മാത്രം ഇട്ടാണെങ്കിലും സ്കിന്നിന്റെ പ്രശ്നമുള്ളപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇത് ഇട്ടാണെങ്കിലും നിങ്ങൾക്ക് പുറത്തേക്ക് പോവാം കണ്ടോ. ഇത് നല്ലതായിട്ട് ഇതായും. ഇത് ഡോക്ടർ തരുന്നതാണ് കേട്ടോ. ഡോക്ടർ തരുന്നതാണ്. നമ്മുടെ മെഡിക്കൽ ടെസ്റ്റിലെ ജോൺ സാറാണ് ഇത് എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സമയത്ത് മറ്റുള്ള സൺ പ്രൊട്ടക്ഷൻ ക്രീം ഒന്നും ഉപയോഗിക്കാതെ ഈ ജെല്ലും കറക്റ്റായിട്ടും ആ പിമ്പിൾസ് ഒക്കെ പോണ പോലെ. ശരിക്കും ചിലപ്പോൾ നമുക്ക് പീരീഡ്സിനൊക്കെ ഒരു 10 ദിവസം ഒഴിക്കുള്ളൂ ആകെ പ്രശ്നം. അപ്പോൾ ഇത് കണ്ടല്ലോ, ദേ ഇപ്പുറത്തെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ട് കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഗ്ലോയി സൺ പ്രൊട്ടക്ഷൻ ക്രീം തന്നെയാണ്, പക്ഷെ ഒരു മേക്കപ്പ് ലുക്ക് വരും. നല്ല നല്ല തിളങ്ങി നമുക്കിങ്ങനെ കണ്ടിട്ടില്ലേ ബൾബൊക്കെ കത്തിച്ചോരെ അതുപോലെ പോണെങ്കിൽ നിങ്ങളിത് ഇത് മാത്രം ഇട്ട് പോയാലും മതി. ഇത്തിരി കോളിട്ടപ്പോൾ തന്നെ ഇവിടെ കേട്ടെ. ഞാൻ പപ്പാതി ചെയ്തത് ഓർമ്മ വേണോ കേട്ടോ. അല്ലാതെ ഒരുമാതിരി രണ്ട് കളർ എന്താണ് ഈ ചേച്ചിയുടെ പൗതിക്ക് വീഡിയോ കണ്ടിട്ട് രണ്ടുപേരെയും പപ്പാതിയാക്കട്ടെ. ഈ കലിപ്പുറത്തെ കേട്ടോ, ഈ കലിപ്പുറത്തെ കണ്ടോ വ്യത്യാസം കണ്ടോ. ഇത് നല്ല തിളക്കമുണ്ട്. ഇത് മാറ്റായിട്ട് നമ്മൾ ശരിക്കും ഒരു മെഡിക്കൽ പർപ്പസ് എന്ന് പറയും. ഇത് കണ്ടോ, ഗ്ലോ കണ്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ഗ്ലോ ഉണ്ടെങ്കിൽ ഉണ്ടട്ടോ ചേച്ചി, പറഞ്ഞത് ശരിയാണോ ചേച്ചി എന്ന് പറയണം. എന്റെ മൂക്ക് മാത്രം ഒറിജിനലായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരട്ടെ. പോട്ടെ. കണ്ടോ, ഇത് നിങ്ങൾക്ക് വ്യത്യാസം കണ്ടല്ലോ. ഇവിടെ ഒരു ഗ്ലോ പോലെ വന്നു. ഇവിടെ നമ്മളെ മെഡിക്കൽ ഇതാണ്. ഓക്കെ, ഇതിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ഒരു മേക്കപ്പ് ലുക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ, അപ്പൊ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫേസ് എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിൻ ടിന്റ് ആണ്. സ്കിൻ ടിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ തന്നെ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറിയ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷന്റെ പുരോഗമിച്ച പേരുകളാണ്. ടിന്റ്, മറ്റേ ഇലുമിനേറ്റർ, അങ്ങനെ എന്തൊക്കെയോ പേരുകളായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നതാണ്. ടിന്റ് എന്നൊക്കെ പറഞ്ഞ് പേടിക്കേണ്ട. ഫൗണ്ടേഷൻ തന്നെ വേറൊരു രൂപമാണ്. ഇപ്പൊ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വന്നതിൽ കുറച്ച് നമുക്ക് വേണ്ട കുറെ ആസിഡ് കണ്ടന്റുകളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റും കൂടിയാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ അടിച്ച പുട്ടി അടിക്കുക അത്രേ ഉള്ളൂ. സ്കിന്നിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഇതിലൊക്കെ കുറെ ഫ്രൂട്ട്സിന്റെ കുറെ ആസിഡുകൾ നമുക്ക് വേണ്ടി വരും. ചില പാടുകളൊക്കെ മാറാനും ഇതിനൊക്കെ. ഇത് കണ്ടോ, പപ്പാതിക്കുന്ന സ്ഥലത്ത് വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ദി ബെസ്റ്റ് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ എന്ന് പറയാൻ കാരണം ടിന്റ് എന്നാണ് പറയുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവണം. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈ പ്രൊഫൈൽ ഭയങ്കര മേക്കപ്പുകാർക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ. സാധാരണക്കാർ മേക്കപ്പ് ചെയ്യട്ടെ. ഈ കാണിക്കുന്നതിനൊക്കെ ഒരുപാട് പൈസയൊന്നുമില്ല. പക്ഷെ ഞാൻ ആദ്യം കാണിച്ച ഈ 2 സാധനം മെഡിക്കൽ ഡെർമറ്റോളജി ഇതായതുകൊണ്ട് ഇച്ചിരി പൈസയുണ്ട്. ഒരു 500-600 പ്രതീക്ഷിക്കണം കേട്ടോ. ഇതിനധികം പൈസയൊന്നുമില്ല. ഇത് ഫേസ് എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞുതരാം.
M5 ആണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഷെയ്ഡൊക്കെ ഇട്ടേക്കാം കേട്ടോ. ഇത് നമുക്ക് ആമസോണിൽ കിട്ടി. ഇതിന്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാം വീഡിയോന്റെ അവസാനം. കാരണം നിങ്ങൾക്ക് ഫോട്ടോന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ ആമസോണിൽ ഒരു ഫോട്ടോ പോലെ കാണാം. അവിടെ കൊണ്ടുപോയി സെർച്ച് ചെയ്താൽ ഈ സാധനം കിട്ടും. ഞാനിത് പറഞ്ഞുതരാം. ഇതിന്റെ ലിങ്ക് ഞാൻ തപ്പി പിടിച്ചിടാം കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് പറഞ്ഞുതരാൻ കാരണം എന്ന് വെച്ചാൽ കുറേ പേര് വന്ന് ഷെയ്ഡ് വയ്ക്കും. നമ്മളുടെ മീഡിയം ടു താഴേക്കുള്ളവർക്ക് നല്ല ഷെയ്ഡാണ്. ഞാനിത് എന്തായാലും രണ്ട് കളറാണല്ലോ. ഇത് ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഒറ്റക്കാകതെ ഇത് ഇത്രയൊക്കെ ആവശ്യമാണ്. കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുടുംബത്തിന് മൊത്തം തേക്കാൻ തോന്നുന്നു. ഇതിങ്ങനെ തേക്കാം. ഞാൻ കൈ കൊണ്ട് തന്നെ കേട്ടോ ഇതൊക്കെ തേക്കാറുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഇത്രയും ഇടുമ്പോ തന്നെ ഫുള്ളായടാ. ഇത് ഇത്രയും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ കഴുത്തിലേക്ക് ഇട്ടോട്ടോ. നമ്മൾ എന്താണെങ്കിലും കഴുത്ത് കിട്ടണം. ബാക്കിയൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് തേച്ച് വെച്ചു. കൈ കൊണ്ട് തേച്ചാൽ എനിക്കൊരു സുഖമുള്ളൂ. നിങ്ങൾ ബ്രഷും കൊണ്ടും മറ്റേ ആ ഒരു ഇതുപോലത്തെ സാധനം കൊണ്ടൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ തേച്ചാൽ മതി. ഞാൻ ഈ തേക്കണ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങൾ മേളിലേക്ക് മൂക്കൊക്കെ അങ്ങനെ ഷേപ്പാക്കി ഇതേ ഇങ്ങനെ മേളിലേക്ക് കണ്ടല്ലോ. ഞാനിത് ഫുള്ള് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇപ്പൊ ഇത്തിരി പൊട്ടിയടിച്ച പോലെ തോന്നുമെങ്കിലും നമ്മൾ ഈ മേക്കപ്പ് ചെയ്ത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 മിനിറ്റ് ഒക്കെ നടന്നിട്ടല്ലേ ചാടി പുറത്തേക്ക് ഇറങ്ങുള്ളൂ. പൊട്ടിയടിച്ച് തോന്നുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ടത് ഇച്ചിരി കൂടുതലാണ്. എന്നാലും ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഇത്രയും. നമ്മളെപ്പോഴും ഈ ചെവിയുടെ ഭാഗമൊക്കെ വിടരുത്. പിന്നെ വെറുതെ തേച്ച് വെച്ച് അങ്ങോട്ട് ഓടരുത് കേട്ടോ. നമ്മൾ ഇരുന്നൂറക്കാർക്കും വേണ്ടിയിട്ടാ നല്ല ലുക്ക്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് എല്ലായിടത്തും ആയോ വല്ല പാണ്ടും പുള്ളിയൊക്കെ ഉണ്ടോ, അത് പാണ്ടും പുള്ളിയൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ കളിയാക്കൽ നേരിട്ടിട്ട് എന്നോടൊന്നും പറയരുത് കേട്ടോ. കണ്ണിന്റെ അവിടെയൊക്കെ കേട്ടാ പേടിക്കണ്ടടാ. നമുക്ക് മസ്കാരയൊക്കെ ഇട്ട് സെറ്റ് ആക്കാം കേട്ടോ. ഇതിപ്പോ 2 ഫൗണ്ടേഷനും ഒരുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ 2 ഫൗണ്ടേഷൻ ഒന്നും ഇട്ടുണ്ട് പോവരുതിട്ട്. ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മൊത്തത്തിൽ അങ്ങ് മൂടി പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കണ്ണും മൂക്കിനെയൊക്കെ ഒന്ന് ശരിയാക്കാം. ഈ 2 ഷെയ്ഡ് സ്വിറ്റ്സ് ബ്യൂട്ടിയുടെ ആണിത്. ഇത് നമ്മുടെ കണ്ണിന്റെ അവിടേക്ക് ഒരു ഭംഗി വേണ്ടേ നമുക്ക്. കണ്ണെപ്പോഴും കണ്ണും പിരിയും എപ്പോഴും. ഈ ഷെയ്ഡ് 2ഉം ഈ ഇരുനിറക്കാര് മുതൽ കറുത്തവര് കയ്യിൽ വേണ്ടതാണ്. വെളുമ്പന്മാർക്ക് എല്ലാം ചേരുന്ന ആളോടോ അവര് പറയുന്നേ. പോട്ട് നമുക്ക് ജീവിക്കണ്ടേ. അപ്പോ ഇതിന്റെ ഒരു കോംപ്ലക്സ് തന്നെയല്ല, നമ്മളും അടിപൊളിയാണ്. പിന്നെ അങ്ങനെ ഒരു കോംപ്ലക്സിലും അങ്ങനെ എനിക്ക് ചേച്ചി എനിക്കൊന്നും ചേരത്തില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്കൊരു രീതിയിലും ഞാൻ മിക്ക വീഡിയോസിലും പറയണത് എനിക്ക് കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറയണതേ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷെ നമുക്ക് നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരുപാട് പെമ്പിള്ളേരുണ്ട്. ഈ കല്യാണം കഴിച്ചിടുമ്പോഴത്തേനും ഇവിടെ ഇത് കോലം ഇതിനൊക്കെ ഒന്ന് ഒരുങ്ങി നടന്നൂടെ. അപ്പോ കറുത്തവർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുങ്ങണം എന്ന് ഒരുപാട് പൈസയും മുടക്കരുത്. ഇത് ഒരുപാട് പൈസയൊന്നുമില്ല. നല്ല പ്ലേറ്റ് ആണ്. അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നതാണ്. അപ്പൊ ഇതില് ഞാൻ ഒരു ഷെയ്ഡ് കാണിച്ചു തരാം കേട്ടോ. ഒരു ഷെയ്ഡ് കാണിച്ചു തരാന്ന് പറഞ്ഞാല് എന്താ പറയാ, നമ്മളൊന്നൊരു ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങണല്ലോ ടാ. അപ്പൊ അതുകൊണ്ടാണ് ഇതില് ഈ ഷെയ്ഡും ഇത് ട്രൈ ചെയ്യണ്ട. ഈ 2 സാധനം ട്രൈ ചെയ്യേണ്ടത്. ഈ ഷെയ്ഡ് നല്ലതാണ്. എൻ്റെ നെയിൽ പോളിഷൻ ഇട്ട് ഇതാവണ്ട കേട്ടോ. ഞാൻ നെയിലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്കതേ. ഈ ഷെയ്ഡ് ബെസ്റ്റ് ആണ് നോർമൽ യൂസിന്. നമ്മളിപ്പോൾ ഇത് 2 മിക്സിങ് ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കണം. കണ്ടോ ഈ ഒരു കളർ തന്നെ ഉണ്ടോ, ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കണം. പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്തതിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഞാനുണ്ടല്ലോ മേളിലേക്ക് വന്നത് ഇതിന്റെ മേളിൽ കണ്ണിന്റെ മുകളിൽ പറഞ്ഞ ബ്രഷ് എടുത്തില്ല, അതാ പ്രശ്നം. ഇത് അടിപൊളിയാണ്. ഈ ഷെയ്ഡും ഇതും ഒക്കെ. അപ്പൊ മറ്റേത് എന്തിനാ മേടിച്ചെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നൈറ്റ് പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ലൈറ്റ് പിങ്ക് നല്ലത് ലൈറ്റ് ആയിട്ട് ഇടുമ്പോ. ഞാനിതിപ്പോ ബ്രഷ് എടുക്കാൻ പോകുന്നില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് 2ഉം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ കണ്ണിന് ഒന്ന്. ഇപ്പൊ ബ്രഷ് ഇല്ല ചേച്ചി, ഇനി ആ ബ്രഷും കൂടി ഞാൻ മേടിക്കണോ? അത് കെട്ടിയോടി എനിക്ക് പൈസ തരില്ല. കൈ മതിയടാ എന്തിന്. ഈ ഷെയ്ഡും നല്ലതാണ്. കണ്ടോ ഞാനത് 2 കണ്ണിലിട്ട് കാണിക്കണത് ആ കണ്ണിന്റെ ഒരു വ്യത്യാസം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചോദിക്കും കണ്ണിന്റെ കറുപ്പ് മാറ്റാൻ പോയിട്ട് ചേച്ചി ഇത് കറുപ്പ് വാരിയിടുവാണോ എന്ന് ചോദിക്കും. കണ്ടോ 2നും 2 ഷെയ്ഡാണ് ഞാൻ വാരിപ്പറ്റിയാണ്. 2ഉം നമുക്ക് ചേരും കേട്ടോ. ഇതേൽ പരട്ടിക്കായിട്ട് നമ്മുടെ പ്ലെയിൻ കൈ അല്ലെങ്കിൽ പ്ലെയിൻ ബ്രഷും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു സമാധാനം കിട്ടാൻ നമ്മൾ മായ്ച്ചു കളിയില്ലേ, അതുപോലെ ജസ്റ്റ് ഇട്ടേക്കാം. അപ്പോൾ എപ്പോഴും കണ്ണ് എഴുതുമ്പോൾ കണ്ണിന്റെ മേളിൽ ഈ ഷെയ്ഡ് ഇടുമ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് അത് വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. കൈയുടെ അറ്റത്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. അതായത് ഈ ഷെയ്ഡ് തന്നെ
താഴേക്ക് കണ്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് മൂടിയ സ്ഥലത്ത് കണ്ണിനെ മാത്രം തെളിയിച്ചല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. കണ്ണിനെ മാത്രം നമ്മൾ തിരിച്ചത് രണ്ടും രണ്ട് ഷെയ്ഡാണ് ഇട്ടേക്കുന്നത്, നമുക്ക് ചേരുന്ന ഷെയ്ഡാണ്. ഒരിക്കലും പോയിട്ട് ഈ പിങ്ക് റെഡ് ഒക്കെ ഒന്നും കണ്ണിൽ വാരി തേക്കല്ലേ കേട്ടാ. വാരി തേക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും, പക്ഷെ അതൊരു ഉച്ചയ്ക്ക് ആവുമ്പോ ഇല്ലേ ഒരുമാതിരി എന്താ പറയാ മുറക്കാൻ തുപ്പിയ പോലെ ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നൊക്കെ പറഞ്ഞ കളിയാക്കില്ല, അതുപോലെ ഇരിക്കും. പിന്നെ നമ്മൾ പിരിയത്തുമ്മയൊക്കെ പോയിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്യേണ്ടത് ഒന്ന് ദേ കോഫി ബ്രൗൺ, അങ്ങനെ ബ്രാൻഡ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇങ്ങനെ അറ്റത്ത് ബ്രഷ് ഉള്ളത് സെലക്ട് ചെയ്ത് ബ്ലാക്കും ഒരു ബ്രൗണും ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾ ഈ കറുപ്പിട്ടിട്ട് ഈ വരച്ച പോലെ ചെയ്യരുത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിങ് എനിക്ക് ഇച്ചിരി ഫില്ലിങ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്റ്റാർട്ടിങ് വരക്കും. പിന്നെ ദേ ഇവിടെ ചെറുതായിട്ട് ദേ കണ്ടോ, ഇവിടെയും സ്റ്റാർട്ട്. ഇപ്പൊ ഫൗണ്ടേഷൻ കൂടി ഇട്ട് ഫുള്ളായി പോയേക്കാം, അതിൻ്റെ ഇടയിലൊക്കെ ഫൗണ്ടേഷൻ ഇട്ടാ ദേ ഇങ്ങനെ വരച്ച് ഈ അറ്റമൊക്കെ ഒന്ന് സെറ്റാക്കുക. എന്നിട്ട് ഈ ബ്രൗണും കൊണ്ട് വേണം നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ബ്രൗണും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യണം, ഇനിയും പണിയുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണോടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ദേ ഈ ബ്ലാക്ക് അറ്റത്തുള്ളതും ബ്രൗണും ഒക്കെ കൂടിയാണ് നമ്മൾ ഈ സാധനം കൊണ്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, ഓക്കെ. അപ്പൊ പിരികം തെളിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ബ്രൗണും ഇതും കൂടി എടുക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു മീഡിയം ടു താഴേക്കുള്ളവർക്ക് കുറച്ചുകൂടി നല്ലത് ഇതാണ്. ദേ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇതാക്കുക, നാച്ചുറൽ ലുക്കായി. ഇനി എന്താ ചെയ്യണ്ടേ, നമ്മള് മസ്കാര എടുക്കുക. ദേ ഇങ്ങനെ സൈഡ് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പീലി കാണാൻ പറ്റും. അപ്പൊ ദേ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എഴുതാം. ഇത് ഞാൻ ഓടിച്ച് കാണിക്കാത്ത എന്തെന്നറിയോ, ഞാനിത് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ വോയിസ് പറയുന്നോണ്ടാണ്. മറ്റേതെന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്ട് പുറകെ വോയിസ് ചെയ്തെങ്കിൽ ഞാനിത് ഇപ്പൊ സ്പീഡിൽ ഇങ്ങനെ കാണിച്ചേ. ഇതിപ്പോ ഇതിന്റെ വരുന്ന അബദ്ധങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാലോ. ഞാൻ വോയിസ് കട്ട് ചെയ്തൊന്നും കളയുന്നില്ല, നിങ്ങളോടല്ലേടാ. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോഴെങ്കിലും ഓരോ അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ. ഇപ്പൊ കണ്ണ് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ഇനി കണ്ണിൽ കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും കേട്ടോ, നമ്മളിപ്പോ ഒരു ജസ്റ്റ് പോയിട്ട് വരുന്ന പാർട്ടിയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. അല്ലാത്തതാണെങ്കിൽ ഒരുപാട് നിറച്ചെഴുതുന്നുണ്ടെങ്കിൽ ഒഴുകി വരാത്ത ഓയിൽ കണ്ടന്റ് ഇല്ലാത്ത കുറച്ച് മസ്കാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മേടിക്കുക. അല്ലെങ്കിൽ ഈ മാറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഐലൈനറൊക്കെ മാറ്റ് ആയിട്ടുള്ളതൊക്കെ കിട്ടും, അത് മേടിക്കുക. ഒരുപാട് ഇങ്ങനെ തിളങ്ങി നിൽക്കണ ഐലൈനറോ കാജലോ ഒന്നും മേടിക്കാതിരിക്കുക. ഞാനിപ്പോൾ കണ്ണെഴുതി കാണിക്കുന്നില്ല. പിന്നെ അടുത്തത് വേണ്ടതാണ്, അടുത്ത് എന്താ വേണ്ടേ, ലിപ്സ്റ്റിക്ക് വേണ്ടേ. ദേ ഈ ഷെയ്ഡ് ഇതൊരു ഒരു എന്താടാ ഒരു ഗ്രേപ്പിന്റെ ഒക്കെ കളറാണ്. ഗ്രേപ്പിന്റെ കളറും ഒരു മെറൂണും പിന്നെ നമ്മളുടെ ഈ കളറില്ലേ, നമ്മൾ ഈ പെൻസിലില്ലേ ബ്രൗൺ കളർ, 3 ഐ പെൻസിൽ നമ്മുടെ കയ്യിൽ വേണം. ഐ പെൻസിലല്ല, ലിപ് പെൻസിൽ, ലിപ് ലൈനർ കേട്ടോ. ഒരു ഗ്രേപ്പിന്റെ കളറ്, ഒരു മെറൂൺ കളറ്, ഒരു കോഫി ബ്രൗൺ. ഇത് 3 മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുത്തോട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബ്രാൻഡ് ഉപയോഗിച്ചാലും ചുണ്ടൊക്കെ കറക്കാനുള്ള കറക്കൊക്കെ ചെയ്യട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, ചുണ്ടിനൊക്കെ കെയർ കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും കറക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ, ഞാനപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഷെയ്ഡ് ഇട്ടാൽ നമ്മൾ ചുണ്ടിന്റെ ഈ ലൈൻ കണ്ടല്ലോ, ഇവിടെ നിന്ന് വരക്കുക. വരച്ച് തന്നെ താഴെ കമന്റ് ഒരു ചേച്ചിയുടെ കോന്ത്രവല്ല്, എൻ്റെ ഹാലിരിക്കുന്ന ഹല്ലിനെ ഓർത്ത് നിങ്ങൾ എന്തിനു ടെൻഷൻ അടിക്കണതേ. കണ്ടല്ലോ ചുണ്ട് കണ്ടോ, ഇവിടെയൊക്കെ വരച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിരിക്കണം കേട്ടോ വരക്കണത്. ഈ ഒരു ഷെയ്ഡ് അല്ലാതെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ലൈറ്റ് പിങ്ക് പെൻസിലൊക്കെ മേടിച്ച് വെറുതെ ആൾക്കാരെ കളിയാക്കലുണ്ട്. കളിയാക്കൽ നേരിടാനുള്ള വിൽ പവർ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു. അല്ലാതെ കളിയാക്കിയിട്ട് ചേച്ചി ഞാൻ കറുത്തതാന്ന് പറയുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ലിപ്സ്റ്റിക്കിന് പൈസ ഉണ്ടെങ്കിൽ, പൈസ മേടിക്കാൻ ഉണ്ടെങ്കിൽ ഈ 3 ലിപ്സ്റ്റിക്ക് നിങ്ങൾ മേടിച്ചോ. 3 മെബ്ലിന്റെ ബ്രാൻഡാണ്. ഞാനൊരു ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. 43 ലിപ്സ്റ്റിക്കിൽ ഞാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ് കാണിക്കുന്നത് കേട്ടോ. ഒന്ന് മെബ്ലിന്റെ വിനയൽ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞിട്ട്, ഇത് കാണിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ആമസോണിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും. അതിന്റെ 2 ഷെയ്ഡ്, ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 2 ഷെയ്ഡാണ് ഞാൻ കാണിക്കുന്നത്. ഒന്ന് 130 എക്സ്ട്രാ, 2 വളരെ ഫേമസ് ആണ്, അടിപൊളി ഷെയ്ഡാണ്. ലിപ്പി 10. ലിപ്പി 10 ഒരു ലൈറ്റ് പിങ്ക്. ഇത് ലിപ്പി 10ന്റെ കുറച്ച് ബാക്കിയുണ്ട് എൻ്റെ ചുണ്ടത്ത്, അതാണ്. ഇതൊരു ന്യൂഡല്ല,
എന്നൊരു ബ്രിക്കിന്റെ ഒക്കെ ചെങ്കലിന്റെ ഒക്കെ ചെറിയൊരു കളറ്. ഇത് അടിപൊളിയാണ്. ഇത് നമ്മുടെ മെബ്ലിന്റെ തന്നെ സീക്കർ എന്ന് പറയുന്നതാണ്. ഇതൊരു ബ്രിക്കിന്റെ കളറാണ്. ഇത് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. സെയിം ലിപ്പിയും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്തതാണ്. പിന്നെ ഒരെണ്ണം മാർസിന്റെ സ്റ്റിക്കായിട്ട്, അത് നമ്മളെപ്പോഴും ഇടക്കിടക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം. സ്റ്റിക്ക് ഒരു മാർസിന്റെ ഒരു എന്താണ് പറയാ, മാർസിന്റെ 12 ആണ് ഇത്. കുച്ചിപ്പിടി എന്ന് പറഞ്ഞിട്ട്, കുച്ചിപ്പൊടി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഇറങ്ങി കേട്ടോ, അതിന്റെയാണ്. ഞാനപ്പോ ഇട്ട് കാണിച്ചു തരാം. ഇട്ട് കാണിക്കാതെ ഇത് കാണിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഇട്ട് കാണിക്കാത്ത അതിനെ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ബ്രൗൺ കോഫി ഷെയ്ഡാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതൊന്നും ഞാൻ വീഡിയോ കട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ വാ ചെറുതായിട്ട് തുറന്നു പിടിക്കണം കേട്ടോ. കണ്ടോ, നല്ല ഷെയ്ഡാണ്. നല്ല ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല ഷെയ്ഡാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ ലൈറ്റത്തിരിക്കണം. നിങ്ങൾ ലൈറ്റൊക്കെ ഉള്ളൊരു കല്യാണത്തിനാണ് പോകണമെങ്കിൽ രാത്രി ഇത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഡേ ടൈമിലാണ് കുറച്ചുകൂടി നല്ലത്. ഇനി ഇത് മാറ്റിയിട്ട് ഞാൻ അടുത്ത ഷെയ്ഡ് പറയാം കേട്ടോ. ഇതൊന്ന് തുടക്കട്ടെ. ഇനി ലിപ് ലൈനർ ഇട്ടേക്ക. ഓടല്ലേ കേട്ടോ ആരും, എനിക്ക് മാത്രമല്ല ഈ സ്പീഡിന് ചെയ്യുന്നത്. ലിപ്പിയാണ് ഈ ഷെയ്ഡ്. ലിപ്പി ഭയങ്കര ഫേമസ് ആണ്, ഇവിടെ മിക്കവരും ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് മതി കണ്ടോ, ഒറ്റ ചുട്ടിലടിച്ചോളൂ. ഞാൻ ലൈറ്റ് ആക്കി. ഇതപ്പോഴേക്ക് ചേച്ചി ഉമ്മ വെച്ച് ഇപ്പൊ പോവും. കുറച്ച് കഴിയുമ്പോഴേക്ക് ഡ്രൈ ആവുമ്പോഴേക്കും അടിപൊളിയാണ്. ഈ സാധനം ചുണ്ടത്തുണ്ടെന്ന് തോന്നത്തില്ല. കണ്ടോ, ഈ വെള്ളാമ്പിച്ചിരിക്കണത് നിങ്ങൾ അതേ അടുത്ത് നോക്കുമ്പോ കണ്ട, ഈ വെള്ളാമ്പിച്ചിരിക്കണ ചുണ്ട് കണ്ടോ അറ്റത്ത്. അപ്പൊ ഈ ലിപ് ലൈനർ കൊണ്ട് ഇതേ കറക്റ്റ് ആയിരിക്കണം. കണ്ടോ, കണ്ടോ. പിന്നുള്ളത് ഞാൻ പറഞ്ഞത് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞോളൂ. മറ്റേത് ഞാൻ കാണിക്കുന്നില്ല. സീക്കർ കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. സീക്കർ അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ഇട്ടോ. ഇതും അങ്ങനെ തന്നെ കേട്ടോ, രാവിലെ ഇട്ടോ വൈകുന്നേരം വരെ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ബാക്കി ഇട്ടോ ഉറപ്പാണ്. അല്ലെങ്കിൽ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു. ഞാനെല്ലാം ലൈവിലൊക്കെ എല്ലാവരും എന്നെ ചീത്ത വിളിക്കുമ്പോൾ തിരിച്ച് ചീത്ത വിളിക്കാറില്ലേ. അതുപോലെ ചേച്ചി പറഞ്ഞ തെറ്റാണെങ്കിൽ ധൈര്യത്തോടെ വന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറയാൻ നിൽക്കുക കേട്ടോ. ഞാൻ ലിപ് ലൈനർ ഇടുന്നില്ല, ഒരുപാട് നീണ്ടു പോകണ്ടല്ലോ. സീക്കറാണിത് കേട്ടോ. ഇത് രാത്രിയോ പകലോ എപ്പ വേണമെങ്കിലും ഉപയോഗിച്ചൊരു ബ്രിക്കിന്റെ കളറാണ്. എല്ലാ സ്കിൻകാർക്കും, അതായത് വെളുത്തവരോ കറുത്തവരോ ഇരുനിറക്കാലോ എല്ലാവർക്കും അടിപൊളി. നിങ്ങളിപ്പോ ഇത്രയും ലൈറ്റിൽ കണ്ടുകൊണ്ടായിട്ട് ഈ ഒരു മുറുക്കിയ പോലെ ഇരിക്കണത്. ഇതിന്റെ ഔട്ടറും കൂടി നമ്മൾ വരച്ചു കൊടുത്ത് നല്ല അടിപൊളിയാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഈ സാധനം വേറെ ലെവലാണ്. ലിപ്സ്റ്റിക്ക് ഒരു 400-500 റേഞ്ചിലുള്ളോട്ട് ഇത്. കണ്ടോ, ലിപ്സ്റ്റിക്ക് ഇട്ട് ഇത് അവിടെ ഇരുന്നാലുണ്ടല്ലോ, അവിടെ ഇരുന്നതാണ്. പിന്നെ അവിടെ നിന്ന് അനങ്ങൂലി സാധനം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ചേച്ചി എല്ലാരും മുഖമൊക്കെ ചുമപ്പിച്ചിട്ട് പോണ്, എനിക്കും ചുമക്കണം, എനിക്കും വേണം, മറ്റേ ഇവിടെയൊക്കെ ചുമക്കാന്നിരിക്കുന്നു, എനിക്കും വേണം എന്ന് പറയുമ്പോൾ ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കളറുകൾ കിട്ടും. അപ്പൊ അതില് നിങ്ങൾ ഇതുപോലത്തെ ഒരു കളർ സെലക്ട് ചെയ്ത്, ഇതൊരു റാണി പിങ്ക് ഷെയ്ഡാണ്. പക്ഷെ നമുക്കത് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പൊ ചെയ്യുന്നത് കൈ കൊണ്ട് എടുത്താൽ മതി. ഒരുപാട് നമുക്ക് തേക്കണ്ടല്ലോ. നമ്മൾ എപ്പോഴും ചെറിയൊരു ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം എനിക്ക് ഒരുവിധം മുഖത്തൊക്കെ ഒരു സാഗിങ് ഒക്കെ വന്നു തുടങ്ങിയ ഒരാളാണ്. കാരണം എനിക്ക് 41 വയസ്സാന്ന് തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ മേളിലേക്കാണ് ഇടുന്നത്. അപ്പൊ ചോദിക്കും മൂക്കൊക്കെ അവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. ഇവിടെ മൂക്കിന്റെ ഒക്കെ അതെ ഈ 2 ഇവിടെ വെക്കുക. 2 ഡോട്ടാണ് കേട്ടോ. ഞാനിത് പറഞ്ഞു വരുവാണ്. ഇവിടെയും 2 ഡോട്ട്. വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇട്ടല്ലോ, നമ്മൾ തോണ്ടി വെച്ചില്ലേ, കയ്യൊക്കെ അവിടെ തുടക്കാന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മേളിലേക്ക്. നമ്മളെപ്പോഴും സ്കിൻ മേളിലേക്കായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ സൈഡ് വഴി ഒരുമാതിരി ഇങ്ങനെയൊക്കെ തേച്ച് വെച്ചിട്ട് ആൾക്കാരെ കളിയാക്കലും മേടിച്ചിട്ട് വരരുത് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ മേളിലേക്ക് ചെറുതായിട്ടൊക്കെ ഒരുപാട് ചുമന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണിക്കരുത് കേട്ടോ. അത് വെറും കോമാളികളെ പോലിരിക്കുന്നേ. എന്നിട്ട് ഇവിടെ ഈ താടിയുടെ ഈ ഒരു ഭാഗം ആയിരിക്കണം കേട്ടെ. ഇങ്ങോട്ട് അധികം കയറ്റാതെ ഈ ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് അവസാനിപ്പിച്ചേക്കത് കേട്ടോ. ഇനി മൂക്ക തേച്ച് വെച്ചല്ലേ അതിന് ഇങ്ങോട്ട് കേട്ടോ. എൻ്റെ വലിയ മൂക്കായതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ചെയ്യൂത് ഇങ്ങനെ കേട്ടല്ലോ. മതിയടാ ഇത്രയൊക്കെ എന്തിന് നമ്മളെ ലുക്കാവല്ലേ. പിന്നെ എല്ലാം കഴിഞ്ഞു ചേച്ചി. എല്ലാരും ഇങ്ങനെ ഭയങ്കര ജാടയില് ഇങ്ങനെ സ്പ്രേ ഒക്കെ അടിക്കണം കാരണം അപ്പൊ എനിക്കും അടിക്കണം സ്പ്രേ. വേണ്ട. പിന്നെ ഒരു കാര്യമാണ്, മാക്കിന്റെ ഈ കുട്ടി സാധനത്തിനെ കുറിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. ഇതെനിക്കൊന്ന് ഞാൻ 1 വർഷം കൊണ്ട് ഇച്ചിരിക്കോളുള്ളൂ. 400 രൂപയാവും. സ്റ്റോപ്പ് ക്രീം എന്ന് പറയും. വേറെ ഒന്നുമല്ലടാ, ചെറുതായിട്ട് ഇവിടേക്കൊന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് മേക്കപ്പ് ലുക്കിൽ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഇച്ചിരി മതി കേട്ടോ. ഇത് നല്ല പൈസയുണ്ട് ഇതിന്. ഒരുപാടൊന്നും ഇത്രയും മതി. മൂക്കിൻ്റെ അറ്റത്ത് ഇവിടെ ബാക്കി ഇവിടെ കേട്ടോ. ഇത് ഒരു 30 ml 30 ഗ്രാമിന് തന്നെ ഉണ്ടടാ 400 രൂപ. അപ്പൊ ഇത് മതി. ഇത് വല്ലപ്പോഴൊക്കെ കിട്ടാതെ വെറുതെ ഒരുപാട് പൊട്ടിയടിച്ച് ഡെയിലി ഇങ്ങനെ പോണ്ട കേട്ടോ. ഇത് കണ്ടോ, മൂക്കിന്റെ അറ്റത്ത് മാത്രം ഈ നെറ്റിയുടെ 2 എല്ല് കണ്ടോ, അതാണ് നമ്മൾ ലക്ഷ്യം ഇടുന്നത്. എനിക്ക് ഇവിടുത്തെ ഒരു എല്ലിൽ തേച്ച് വെച്ചു കേട്ടോ. ഒരു 6 പടത്തിന് ഇരിക്കട്ടെ. കണ്ടല്ലോ, മൂക്കിന്റെ അറ്റം തിളങ്ങി, ഇവിടെ തിളങ്ങി സെറ്റാണല്ലോ. ഇനി ഈ തിളക്കം ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നിയാൽ മാത്രം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കോമ്പാക്ട് പൗഡർ ആണ്, നമ്മുടെ ഫിറ്റ്മിയുടെ ആണ്. അതിന്റെ ഷെയ്ഡൊക്കെ പറയണോ? ഷെയ്ഡൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഹണി ബീച്ച് എന്നൊക്കെ പറയുന്ന ഷെയ്ഡുകളൊക്കെ നമുക്ക് 200-ക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഉപയോഗിക്കാം നമുക്ക്. അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ലാസ്റ്റ് വേണമെങ്കിൽ, അല്ല ഇങ്ങനെ ഒരു ഗ്ലോസി ലുക്കിൽ പോകണം എന്ന് വെച്ചാൽ അങ്ങനെ പോകാം. ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞവരെല്ലാം മേക്കപ്പുകാരും ചെയ്യണവരെ ചേച്ചി ഞങ്ങൾക്ക് ഓടിക്കണം സെറ്റിംഗ് സ്പ്രേ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ, അവിടെ കട്ടിക്ക് തേച്ചൊരിച്ചാലും പോവരുത്, മുഖത്തൊക്കെ വെള്ളം ഒഴിച്ച് കഴിയാലും പോവരുത്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കണ്ണടച്ചുകൊണ്ട് വായ തുറക്കരുത് കേട്ടോ. എന്തോ ഒരു ആസിഡ് വായിലോട്ട് പോണ അവസ്ഥയാണ്. അപ്പൊ ചേച്ചി ഈ വെള്ളം അതും പറഞ്ഞ് തുളച്ചളയരുതിട്ട് അത് അവിടെ ഇരുന്ന് ആറട്ടെ എന്നല്ല, ഉണങ്ങട്ടെ കേട്ടോ. ഞാൻ പൊട്ടെടുത്തില്ല, നമ്മളൊരു കുഞ്ഞോര് പൊട്ട്. അവരവരെ പൊട്ടൊക്കെ അവരവരുടെ ഇഷ്ടമുണ്ട്. വലിയ പൊട്ടോ ചെറിയ പൊട്ടോ ഒക്കെ തൊട്ടിട്ട് പോയിക്കോ. നമുക്ക് തൽക്കാലം ഇത് കൊണ്ടൊരു തൊട്ടുള്ളൂ. അന്തസ്. എന്തായാലും ഒരു വഴിക്ക് പോണേല്ലേ. എൻ്റെ കണ്ണെഴുതുന്നത് ഞാൻ ചുമ്മൊരു വാലൊക്കെ ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ മസ്കാര ഇട്ട് കഴിഞ്ഞിട്ട് ചുമ്മൊരു കണക്ഷൻ ഒരു വാല് മാത്രം ഇട്ട് കൊടുക്കും. ഇങ്ങനെയും പോവാടാ. കണ്ണ് ഞാൻ എഴുതിയിട്ടില്ലല്ലോ, കണ്ണെഴുതിയ പോലെ ഇരിക്കണല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഇട്ട്, പിന്നെ ഇപ്പൊ എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഞാൻ ബൊട്ടോക്സി ലാസ്റ്റ് ചെയ്തായിരുന്നു. അത് ചെയ്യണേക്ക് മുമ്പ് ഞാൻ മുടി അത്യാവശ്യം എൻ്റെ ഒരു അത്യാവശ്യം ഞാൻ എല്ലാ ട്രീറ്റ്മെന്റും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഞാൻ ചെയ്യുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു കോമ്പ് കണ്ടോ, ഈ സ്ക്വയറിലെ ഈ ഒരു കോമ്പ് നമുക്ക് നമ്മൾ ഫാൻസി ഷോപ്പിൽ കിട്ടും. ചുമ്മാ കോമ്പ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഈ സാധനം വരും. ഇത് കയ്യോടെ മേടിച്ചു വെച്ചു. ചേച്ചി എൻ്റെ മുടി ചുരുണ്ടിരിക്കും, ഇങ്ങനെ കയറിയിരിക്കുകയാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഉള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്യാനോ എനിക്ക് പൈസയൊന്നുമില്ല. ഈ ഒരു കോമ്പ് മേടിച്ചാൽ മതി മക്കളെ. ഒരു 150 രൂപയുള്ളൂ. നിങ്ങൾ ഇതും കൊണ്ട് അങ്ങ് ഈരുക. ഇത് പീരുമ്പോൾ നിങ്ങൾ ഇപ്പൊ ബട്ടോക്സ് ചെയ്തുകൊണ്ടാണ് ഇത് ഭയങ്കര അടിപൊളിയായിട്ടിരിക്കണം. നിങ്ങൾ ഈരുമ്പോൾ ഇങ്ങനെ വലിച്ചിരിക്കുക. പിന്നെ വേറൊരു കോമ്പും കൂടി ഉണ്ട്. ഇതുപോലത്തെ ഒരു ഉരുണ്ടിരിക്കുന്ന സാധനം, എന്നിട്ട് അതും ഇങ്ങനെ കോമ്പ് പോലെ ഉണ്ടാവും. അതും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒരു ജസ്റ്റ് ഒന്ന് ഞാൻ എങ്ങനെയൊക്കെ ഇരുന്നേ ശരിക്കും നന്നായിട്ട് വലിച്ചീരണം കേട്ടോ. അത് പറഞ്ഞ മുടിയൊക്കെ പൊട്ടിച്ചെടുക്കാനല്ല അവരത് ഇങ്ങനെ അങ്ങ് നേരെയാക്കി കേട്ടോ. എൻ്റെ ഇപ്പോൾ ബൊട്ടോക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പതിഞ്ഞ് ചപ്പാത്തി പോലെ ഇരിക്കണം. ഇനി കുറച്ച് ദിവസം കഴിയണം അതിൻ്റെ ഒരു നാച്ചുറൽ ലുക്കിലേക്ക് വരാൻ. അപ്പം ഇങ്ങനെയൊക്കെ ഇരി കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ.
അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ 2-3 വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് സ്കിൻ കെയർ പ്രൊഡക്റ്റിനെ കുറിച്ച്, ലിപ്സ്റ്റിക്ക് മാത്രമായിട്ട്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നെല്ലാം ഞാൻ ഒരാളുടെയും പ്രൊമോഷൻ വീഡിയോ ഇപ്പോൾ വരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് എനിക്ക് ചെയ്യേണ്ടെന്ന് തന്നെയാണ് താല്പര്യം. കാരണം ഒരു ഫ്രീഡം ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപാട് കാലം ഞാൻ ഉപയോഗിച്ച സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ പോലത്തവരുണ്ടെങ്കിലോ ഒക്കെ ബെസ്റ്റ് ആണ് അവർക്ക്. കുറച്ച് സ്കിൻ കെയറും കുറച്ച് മേക്കപ്പാണ് ഞാനിതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൽ കമന്റ് ഇട്ടോ, എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടോ ചേച്ചി ഇത് വാങ്ങിക്കിട്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യും. അല്ലാതെ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് പോകും, കുറെ വ്യൂവേഴ്സും കയറി അതിന് കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു കുന്തവും പറഞ്ഞു തരില്ല. പിന്നെ എന്തിനാ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ നിൽക്കണത്, അല്ലേടാ? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഹാപ്പി ആയിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും എന്ത് നിറം ആയിക്കോട്ടെ, നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കത്തുള്ളൂ. നമ്മളെ ഇഷ്ടപ്പെടുക. ഞാൻ അടിപൊളിയാണ്, എനിക്ക് എന്താ കുറവുള്ളേ, ഒത്തിരി അങ്ങനെ ഒരു കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ക്യാൻസർ പേഷ്യൻസ് തിരുവനന്തപുരം പോയി കാണാം, ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ നിഷ് പോയി കാണാം. അവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സഹായം കൊണ്ട് ഒരു കുറവുമില്ല. പിന്നെ ഇതെല്ലാം മേക്കപ്പ് എല്ലാം വാരി പൊത്തുന്നത് അതെനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ ഒരു സന്തോഷമാണ്. എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ലിപ്സ്റ്റിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല, ഒരു കോൺഫിഡൻസ് ഒരു പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നത് ശരിയല്ല, പക്ഷെ അതെൻ്റെ ഒരു ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടങ്ങളാണ് ഇതെല്ലാം. അല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്യണ്ട, ഒരു മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ എന്താണ് മറ്റേതല്ല. മേക്കപ്പ് എന്നൊക്കെ പറയുന്നത് സ്ത്രീകളുടെ ഒരു സ്വകാര്യ സന്തോഷമാണ്. നല്ല ഒരുങ്ങി നടക്കണം എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ സൃഷ്ടിച്ചപ്പോഴേ അങ്ങനെ തന്നെയാണ്. അതൊരു 90%, 10% സ്ത്രീകളുണ്ട് ഒന്നും വേണ്ട, ഒന്നിനോട് താല്പര്യമില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം കേട്ടോ. അത് കുറ്റം എന്നല്ല പറയുന്നത്. ചിലവർക്ക് ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. അപ്പൊ അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അവിടെ വന്നിട്ട് ഈ മലയാളി വന്നിട്ട് ഇനി ചൊറിയണ്ട. ചൊറിച്ചിലുണ്ടെങ്കിൽ അവനോ മാന്ത, അല്ലെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക് മേടിച്ച് കടിച്ചടിച്ച് തിന്നി. അല്ലാതെ ഇപ്പം എന്തെങ്കിലും പറ്റാലും കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് തിന്നുമ്പോൾ ആ ഒരു സൂക്കേട് മാറി കിട്ടും. അപ്പൊ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സന്തോഷങ്ങൾ ചെയ്ത് ജീവിക്കട്ടെ. അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ. ഞാനിപ്പോ പറഞ്ഞ പ്രൊഡക്റ്റ് ഒക്കെ അത്യാവശ്യം ബഡ്ജറ്റ് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ സ്വരുക്കൂട്ടിയൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.